ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു ഗ്രീൻ പീസ് കൊണ്ടൊരു കുറുമ ഉണ്ടാക്കാവേ. നമ്മൾ വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഗ്രീൻ പീസ് കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ. ഇതിനാവശ്യമായിട്ട് കുറച്ച് ഗ്രീൻ പീസ് നമ്മൾ തലേന്നേ വെള്ളത്തിലിട്ട് ഇതുപോലെ കുതിർത്ത് വെച്ചേക്കണം. പിന്നെ ഇത് കുറച്ച് സവോള, ഒരു വലിയ സവോളയാണ്, 2 പച്ചമുളക് നല്ല എരിവുള്ളതാണ്, ഒരു തക്കാളി, പിന്നെ പൊടികൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. ഇത്രയാണ് പൊടികൾ. പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങയും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് ഞാൻ ഇത് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കുവേ. ഇനി ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കടായി ഇതുപോലെ എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ 2 ഏലക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ സവോള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റണേ. നമ്മൾ ഗ്രീൻ പീസ് ഇവിടെ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. 2 വിസിൽ, കുക്കറിൽ 2 വിസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സവോള കുറച്ച് വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറുന്നിടം വരെ നല്ല പോലെ ഇളക്കി കൊടുക്കണേ. ഒരു 2 മിനിറ്റ് ഇളക്കിയാൽ മതി. അപ്പോഴത്തേന് ഇതിൻ്റെ ആ ഒരു പച്ചമണം എല്ലാം കൂടെ മാറി റെഡിയാവും. നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ഈ സവോളയ്ക്കകത്ത് ഇട്ട് കൊടുക്കണേ. കുറച്ചേ ഇടാവുള്ളൂ, കാരണം നമ്മൾ ഗ്രീൻ പീസിൻ്റെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ഈ തക്കാളിയുടെയും കൂടെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണേ. ഒരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് കിസ്മിസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഉണക്കമുന്തിരിങ്ങ മേടിക്കുമ്പോൾ നമ്മൾ അതുപോലെ എടുത്ത് ഉപയോഗിക്കരുത്, അത് നന്നായിട്ട് വാഷ് ചെയ്യണം. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കണേ. തേങ്ങയുടെ കൂടെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളോട് പറയാൻ വിട്ടുപോയൊരു സാധനമുണ്ട്, ഒരു 12 അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതും കൂടെ ഈ തേങ്ങയുടെ കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. തേങ്ങയുടെ കൂടെ ഒരു 10-12 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് അങ്ങ് നന്നായിട്ടൊക്കെ അരച്ചെടുത്താൽ മതി. അതും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ അരപ്പും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയേക്കണേ. ആ മിക്സിയുടെ ജാറിലൊരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനകത്തോട്ട് ചേർത്തേക്കണം. ഈ അണ്ടിപ്പരിപ്പ് നമ്മൾ ഇതിനകത്ത് ചേർക്കുമ്പോഴേ നല്ല കുറുകിയ ഒരു ഗ്രേവി കിട്ടും. അതിനായിട്ടാണ് നമ്മൾ അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നത് കേട്ടോ. നല്ലൊരു ടേസ്റ്റും കിട്ടും അന്നേരം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് കുക്കറിൽ ഒരു 2 വിസിൽ അടിച്ചേക്കുന്നത്, ഒരുപാട് അങ്ങ് വെന്ത് പോകത്തില്ല. ഇനി ഇതിനകത്ത് കിടന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ച് നന്നായിട്ട് വേവണം. വെന്തിട്ടുണ്ട്, എന്നാൽ കുറച്ച് നേരം കൂടെ കിടന്നൊന്ന് വെന്ത് ഈ ഗ്രേവി ഒന്ന് കുറുകണേ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയായത് കേട്ടോ. ഇനി നമുക്കൊരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. അടച്ചു വെച്ച് വേവിച്ചേക്കാം. ഗ്രീൻ പീസ് നമ്മളിവിടെ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 7-8 മിനിറ്റായേ. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മളൊരു കുറച്ച് ഗ്രീൻ പീസ് ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കണേ. നമ്മളിപ്പോൾ കടലക്കറിയൊക്കെ വെക്കുമ്പോഴും അതുപോലല്ലേ, നമ്മൾ വെന്ത് കഴിയുമ്പോൾ ആ കടല ഒരു കുറച്ച് കടല ഒന്ന് ഉടച്ചു കൊടുക്കത്തില്ലേ, അതുപോലെ ഇതും കൂടെ ഒരു സ്വല്പം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറുകിയ കുറുമ നമുക്കിവിടെ കിട്ടുവേ. അങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക്. ഇപ്പം കണ്ടോ, നല്ല കുറുകിയ ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കള്ളപ്പം, പാലപ്പം, ചപ്പാത്തി ഇതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്